എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന സന്ധി ഗോളരസന്ധി. ഗോളരസന്ധിക്ക് ഉദാഹരണം തോളല്ല്, ഇടുപ്പല്ല്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി വിജാഗിരി സന്ധി. ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള സന്ധി വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ. ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന അസ്ഥി സന്ധിക്ക് ഉദാഹരണം കൈക്കുഴ, കാൽക്കുഴ. സ്നായുക്കൾക്ക് ഉണ്ടാകുന്ന പൊട്ടലോ വലിവോ മൂലമുണ്ടാകുന്ന അവസ്ഥ ഉളുക്ക്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗം ടെൻഡൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടെൻഡൻ അക്കിലിസ് ടെൻഡൻ. ഫ്ലോട്ടിൻ റിബ്സ് എന്നറിയപ്പെടുന്നത് 11ാമത്തെയും 12ാമത്തെയും ജോഡി വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ വാരിയെല്ല് 1ാമത്തെ വാരിയെല്ല്. ഫോഴ്സ് റിബ്സ് എന്നറിയപ്പെടുന്നത് 8 മുതൽ 12 വരെയുള്ള ജോഡി വാരിയെല്ലുകൾ. സ്റ്റേർണവുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ട്രൂ റിബ്സ് യഥാർത്ഥ വാരിയെല്ലുകൾ എന്നറിയപ്പെടുന്നത് 1 മുതൽ 7 വരെയുള്ള ജോഡി വാരിയെല്ലുകൾ. അസ്ഥിസന്ധിയിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനഭ്രംശം അസ്ഥിഭ്രംശം. പ്രായം കൂടുന്നത് മൂലമോ പരിക്ക് മൂലമോ രോഗാണുക്കൾ മൂലമോ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദന സന്ധിവാതം. അസ്ഥിസന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം മൂലമുണ്ടാകുന്ന അവസ്ഥ സന്ധിവീക്കം. അസ്ഥികൾക്കുണ്ടാകുന്ന പൊട്ടൽ അസ്ഥിഭംഗം. അസ്ഥിസന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം ഗൗട്ട്. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ അപര്യാപ്തത മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം ഓസ്റ്റിയോപോറോസിസ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണ. കുട്ടികളിലെ കാലുകളിലെ അസ്ഥികൾ വളഞ്ഞ് വില്ല് പോലെയാകുന്ന രോഗാവസ്ഥ കണ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗാവസ്ഥ ടെറ്റനി. ഡ്വാർഫിസത്തിന് കാരണമാകുന്ന ശരീരത്തിലെ നീളമുള്ള അസ്ഥികളെ പ്രധാനമായും ബാധിക്കുന്ന പാരമ്പര്യ രോഗം അക്കോൺഡ്രോപ്ലാസിയ. അസ്ഥികളുടെ ബലക്ഷയം മൂലം ആവർത്തിച്ചുണ്ടാകുന്ന അസ്ഥിഭംഗം ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്റ്റ. മാർബിൾ അസ്ഥിരോഗം എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോപെട്രോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോസ്ക്ലീറോസിസ്. ആൽബേഴ്സ് കോൺബെർഗ് രോഗം എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോപെട്രോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോസ്ക്ലീറോസിസ്. അസ്ഥികളുടെ നീളം കുറഞ്ഞ് ശരീരത്തിനും കൈകാലുകൾക്കും കുള്ളത്തരമുണ്ടാകുന്ന പാരമ്പര്യ രോഗം ഹർലൈസ് രോഗം. നീളം കൂടിയ അസ്ഥികളുടെ പ്രധാനമായും മധ്യഭാഗം കൂടുതൽ വളരുന്ന അവസ്ഥ എംഗൽസ്മാൻ രോഗം. ജീവകം സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. അസ്ഥികളിലും മൃദുകലകളിലും കാൽസ്യം കൂടുതലായി അടിഞ്ഞുണ്ടാകുന്ന രോഗാവസ്ഥ ഫ്ലൂറോസിസ്. ചെറിയ സുഷിരങ്ങളിലൂടെ നേർത്ത ക്യാമറ പ്രവേശിപ്പിച്ച് സന്ധിയുടെ ഉൾഭാഗം സ്ക്രീനിൽ കണ്ട് ചെയ്യുന്ന ശസ്ത്രക്രിയ ആർത്രോസ്കോപ്പി. അസ്ഥികളെ മുറിച്ചും പുനരാസൂത്രണം ചെയ്ത് അവയുടെ സ്ഥാനം മാറ്റുകയും ചെയ്യുന്ന ശസ്ത്രക്രിയ ഓസ്റ്റിയോട്ടോമി. ഓസ്റ്റിയോൺ എന്നാൽ അസ്ഥി എന്നും ടോം എന്നാൽ മുറിവ് അല്ലെങ്കിൽ മുറിക്കൽ എന്നും അർത്ഥമാക്കുന്നു. നട്ടെല്ലിലും കൈകാലുകളിലെ സന്ധികളിലും ഉണ്ടാകുന്ന ക്ഷയരോഗബാധയ്ക്ക് നടത്തുന്ന ശസ്ത്രക്രിയ ആർത്രോടെസിസ്. രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം ദ്രവിച്ചുപോയ അസ്ഥികളിലെ നിർജീവമായ അസ്ഥികലകളെ പുറത്തെടുത്ത് കളയുന്ന ശസ്ത്രക്രിയ സെക്വസ്ട്രക്ടമി. അസ്ഥി ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയ അസ്ഥി ഒട്ടിക്കൽ.